ബംഗ്ലാദേശ് അവരുടെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ എന്തു ചെയ്യും? ആ ചോദ്യം ഇപ്പോൾ എല്ലാ കോണുകളിലും ശക്തമായി ഉയരുകയാണ്. ബംഗ്ലാദേശ് സർക്കാർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടപടിക്ക് കളം ഒരുക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിയിൽ ഡോക്ടർ മുഹമ്മദ് യൂനസ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീം ഖാനുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് കരീം ഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ICCയുടെ സഹകരണം ഉറപ്പാക്കാനും രോഹിംഗ്യകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നടപടി ഉറപ്പാക്കാനും ഒക്കെയായിരുന്നു കൂടിക്കാഴ്ച എന്നാണ്. എന്നാൽ ഈ ബംഗ്ലാദേശ് ഇൻ്റേണൽ ക്രൈം ട്രിബ്യൂണലിനെ ശക്തിപ്പെടുത്താൻ ICCയുടെ പിന്തുണ യൂനസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. കാരണം ജൂലൈയിലും ഓഗസ്റ്റിൻ്റെ തുടക്കത്തിലുമൊക്കെ നടന്ന മഴക്കാല വിപ്ലവത്തിനിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും അവിടെ ബംഗ്ലാദേശിൽ മരിച്ചിരുന്നു. അവരുടെ മരണത്തിന് ഷെയ്ഖ് ഹസീന ഉത്തരവാദിയാണ് എന്നാണ് നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ ഗൗരവത്തോടെ കാണണം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിട്ടുതരണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും താൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിലവിലെ അവിടുത്തെ ഭരണാധികാരിയായ ഡോക്ടർ യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പറയുന്നത്. ന്യൂയോർക്കിലെ ഒരു സമ്മേളനത്തിൽ അവർ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് വിട്ടുതരില്ല? അവർ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൈമാറണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. ഷെയ്ഖ് ഹസീന നിയമ നടപടികൾ നേരിടണം. ന്യൂയോർക്കിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി യൂനസ് ഇങ്ങനെയാണ് പറഞ്ഞത്: മൺസൂൺ വിപ്ലവത്തിൻ്റെ 35 ദിവസത്തിനുള്ളിലുണ്ടായ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരുടെ മരണത്തിന് നിയമ നടപടി നേരിടാൻ ഇന്ത്യ ഹസീനയെ വിട്ടുതരണമെന്ന സർക്കാർ ആവർത്തിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിലെ ഒരു സേഫ് ഹൗസിലാണ് ഹസീന പ്രവാസ ജീവിതം നയിക്കുന്നത്. ഹസീനയുടെ ഭാവി ആശങ്കാഭരിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പലായനം ചെയ്ത ഹസീന 55 ദിവസമായാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്. ഓഗസ്റ്റ് 5-നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയത്. അപ്പോൾ നിയമപ്രകാരം നമ്മുടെ നയതന്ത്ര പാസ്പോർട്ടിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് 45 ദിവസം വരെ ഇന്ത്യയിൽ കഴിയാൻ അനുമതി ഉണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ബാഹ്യ ഭീഷണികളുണ്ട്. ഏകാന്ത ജീവിതം തുടരാൻ അവർ നിർബന്ധിതയും ആണ്. 2023 നവംബർ 1 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ ഡയറക്ടറായി അവരുടെ മകൾ ജോലി ചെയ്യുന്നുണ്ട്. മകൾ സൈമ വസദിനെ കാണാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ഹസീന. തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ താൻ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ ഈ തിരക്കേറിയ സമ്മേളനങ്ങൾക്കിടെ അവരുടെ ട്വിറ്ററിൽ കുറിച്ചു. അതുപോലെ അവരുടെ മകൻ സജീബ് വസേദും ഇതുപോലെ അമ്മയെ കാണാൻ കഴിയാത്ത ഒരു പ്രയാസത്തിലാണ്. ഡൽഹിയിലെത്താനുള്ള ഒരു നയതന്ത്ര അനുമതി മകന് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമേ ഹസീനയെ കാണുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഒഴികെ BJP നേതാക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഇന്ത്യൻ സർക്കാരിലെ ഉദ്യോഗസ്ഥരോ ഒന്നും ഹസീനയെ കാണുന്നില്ല എന്നാണ് വിവരങ്ങൾ. ഹസീന ഡൽഹിയിലെത്തുമ്പോഴും അജിത് ഡോവൽ ആണ് എയർബേസിൽ അവരെ കാത്തു നിന്നിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഹസീനയെ കണ്ടിട്ടില്ല എന്നാണ് വിവരം. ഏതായാലും വിദേശകാര്യ മന്ത്രി S ജയശങ്കർ സർവകക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹ്രസ്വ താമസത്തിന് ഉള്ളൊരു അഭ്യർത്ഥനയാണ് ഇന്ത്യക്ക് ലഭിച്ചത് എന്നാണ് ജയശങ്കറിൻ്റെ ഒരു നിലപാട്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ എപ്പോഴും ബംഗ്ലാദേശിൻ്റെ സുഹൃത്ത് രാജ്യങ്ങളാണ് എന്നാണ് ആദ്യഘട്ടങ്ങളിൽ മുതൽ ബംഗ്ലാദേശ് വ്യക്തമാക്കിയിരുന്നത്. എല്ലാ കാലാവസ്ഥയിലും സുഹൃത്തുക്കൾ എന്നൊരു പ്രയോഗമാണ് ഹസീന നേരത്തെ ഉപയോഗിച്ചിരുന്നത്. 2014-ലും 2018-ലും ഒക്കെ ചില വഞ്ചനാപരമായ നടപടികൾ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിട്ടുണ്ട് എന്നും കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ ബാങ്ക് തട്ടിപ്പ്, അതുപോലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം, അങ്ങനെ ഒക്കെ ഉള്ള വിവിധ ആരോപണങ്ങൾ ഹസീന നേരിടുന്നുണ്ട്. പക്ഷേ ഏതായാലും ഈ 3 രാജ്യങ്ങളും ഹസീനയ്ക്ക് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ അവർക്കിപ്പോൾ എത്ര കാലം ഇവിടെ താമസിക്കാൻ കഴിയും എന്ന് വ്യക്തമല്ല. കാരണം അത് നമ്മുടെ ഉഭയകക്ഷി പ്രാദേശിക ആഗോള ബന്ധത്തിൽ ഒക്കെ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് എന്ന് സംശയമില്ല. ഹസീനയെ വിചാരണയ്ക്കായി വിട്ടുതരണമെന്ന്
ബംഗ്ലാദേശ് ആവശ്യപ്പെടാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കാൻ ഒരു ന്യായമായ വാദം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇതുവരെ 200-ലേറെ കേസുകൾ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൽ ഒരു 179 എണ്ണം കൊലക്കുറ്റങ്ങളാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം, വംശഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ ഹസീനയുടെ പേരുള്ള കേസുകൾ വളരെ ഗുരുതരമാണ്. അപ്പോൾ ഇവ ഇന്ത്യയിലും അതുപോലെ ബംഗ്ലാദേശിലും കുറ്റകരമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഹസീനയെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് അത് പരിഗണിക്കേണ്ടി വരും. നയതന്ത്ര മാർഗത്തിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. അത് 2016 മുമ്പ് ഈ അപേക്ഷയ്ക്ക് ഉപോത്പകമായ തെളിവുകൾ ഹാജരാക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നെങ്കിലും അപേക്ഷയ്ക്കൊപ്പം അറസ്റ്റ് വാറണ്ട് ഹാജരാക്കൽ മതിയെന്ന് 2016 ഒരു ഭേദഗതിയിൽ പറയുന്നുണ്ട്. ഹസീന ബംഗ്ലാദേശിൽ ഒരു വിചാരണ നേരിടുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ വധശിക്ഷ വരെ ലഭിക്കാം എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. അപ്പോൾ ഹസീനയെ ജീവനോടെ നിലനിർത്താൻ നമ്മുടെ സർക്കാർ വലിയ റിസ്ക് എടുക്കേണ്ടി വരും. ഏതായാലും ഈ വിദ്യാർത്ഥി വിപ്ലവത്തിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിക്കാൻ UN-ൻ്റെ സഹായം ബംഗ്ലാദേശ് തേടും എന്ന കാര്യത്തിൽ സംശയമില്ല. UN മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമാണ്. അനുകൂലമായ ഒരു നിലപാടിനാണ് യുനെസ് ഭരണകൂടം കാത്തിരിക്കുന്നത്. അപ്പോൾ ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ട ഈ വിചാരണ ആരംഭിക്കാൻ UN വസ്തുതാന്വേഷണ ദൗത്യസംഘത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ ബംഗ്ലാദേശിന് അത് ഗുണകരമാകും എന്നൊക്കെയാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെട്ട നേതാക്കൾക്ക് ചൈന അഭയം നൽകുന്നത് വളരെ അപൂർവമാണ്. എല്ലാ കാലാവസ്ഥയിലും സുഹൃത്തുക്കളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും എന്ന് പറയുമ്പോൾ ചൈന സാധാരണ ഇങ്ങനെ നാട് കടത്തപ്പെട്ടവരെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാറില്ല. ഇന്ത്യക്ക് പക്ഷേ ഇവിടെ ഹസീന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കൈയൊഴിയാനും ആകില്ല. പക്ഷേ സമ്മർദ്ദം വന്നാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ പിന്നെ ഹസീനയ്ക്ക് മുന്നിലുള്ള ഏക ഉപാധി റഷ്യയാണ്. റഷ്യയിലേക്ക് അവർക്ക് വേണമെങ്കിൽ പോകാം. ഐക്യരാഷ്ട്രസഭയുമായി യുനെസിൻ്റെ ചർച്ചകൾ വിജയിച്ചാൽ ഹസീനയെ കൈമാറാതിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ന്യായവാദം പറയാൻ ഇന്ത്യക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹസീനയെ റഷ്യയിലേക്ക് അയക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും നല്ല ഒരു ബദൽ മാർഗം. അവിടെയാകുമ്പോൾ അവർ കൂടുതൽ സുരക്ഷിതയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ ഹസീന അതിന് തയ്യാറാണോ എന്ന ചോദ്യവും അവിടെയുണ്ട്. അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെ അവഗണിച്ചൊരു ചരിത്രമാണ് സാധാരണ റഷ്യയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ താമസിപ്പിക്കുന്നത് റഷ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടാകില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നയതന്ത്രപരവും അന്തർദേശീയവുമായ സമ്മർദ്ദം താങ്ങാൻ അത്ര എളുപ്പമാകില്ല. പക്ഷേ റഷ്യയ്ക്ക് അതിന് സാധിക്കും. അതുകൊണ്ട് ഹസീനയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു വക റഷ്യ നൽകും എന്നാണ് ഇപ്പോൾ എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ ഹസീന വൈകാതെ റഷ്യയിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഹസീന റഷ്യയിലേക്ക് മാറിയാൽ എന്തു വേണം എന്ന കാര്യം അപ്പോൾ തീരുമാനിക്കാം എന്നാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ബംഗ്ലാദേശ് ഈ കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഹസീന റഷ്യയിലേക്ക് മാറിയേക്കുമോ എന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ അവരും നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഹസീന ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ നയതന്ത്ര പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നയതന്ത്ര പാസ്പോർട്ട് ബംഗ്ലാദേശ് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും റഷ്യയിലേക്ക് കടക്കാൻ അവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കാം. പക്ഷേ അത് സാധ്യമാണോ എന്നത് ഇനി സംശയിക്കേണ്ടി ഇരിക്കുന്നു.